നമ്മൾ 40 എന്ന് പറഞ്ഞെങ്കിലും ആ 40ന്റെ കൂടെ 40 മാർക്കിന്റെ കൂടെ നമ്മൾ 10 മാർക്ക് കൂടെ ചേർത്ത് 50 മാർക്ക് അങ്ങ് എടുക്കുകയാണ്. 50 മാർക്കിനെ എങ്ങനെ കവർ ചെയ്യാം ആ ടൈപ്പ് റൈറ്റിന്റെ ഭാഗത്ത് നിന്ന്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ്സുകളൊന്നുമല്ല, ഇന്ന് നമ്മുടെ ടൈപ്പിസ്റ്റ് എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റിലെ നമുക്ക് നമ്മുടെ ടൈപ്പിസ്റ്റ് എക്സാം പോലെയുള്ള എല്ലാ PSC എക്സാമുകളിലും നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസ്, അതായത് കൃത്യമായ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങളെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എക്സാമുകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ കോഴ്സുകൾ റണ്ണിങ് ആണ്. അപ്പൊ ഈ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ഒരു ആപ്പ്, അതായത് CC ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി എങ്ങനെയാണ് നമ്മുടെ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്ന് നമ്മുടെ മെന്റർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ പർച്ചേസ് ചെയ്ത് പഠിച്ച് നിരവധി റാങ്കുകൾ, അതായത് ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, LDC തുടങ്ങിയ നിരവധി ഡിഗ്രി ലെവൽ, അതുപോലെ തന്നെ 10th +2 ലെവൽ എക്സാമുകളിൽ റാങ്കുകൾ നേടിയ ഉദ്യോഗാർത്ഥികളെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്കും ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം. കൃത്യമായി എങ്ങനെ പഠിക്കണമെന്നുള്ള കൃത്യമായ ഒരു മോണിറ്ററിങ് എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ കാണും. ധൈര്യമായി നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ ഇനി നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് പോകാം. അതായത് നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന LD ടൈപ്പിസ്റ്റ് 631/2025, അതായത് കാറ്റഗറി നമ്പർ, ഈ ഒരു കാറ്റഗറി നമ്പറിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു അപ്ലൈ ചെയ്ത നോട്ടിഫിക്കേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും മിക്ക ഉദ്യോഗാർത്ഥികളും നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഓരോ ജില്ലയിലും, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ജില്ലയിൽ, ടൈപ്പിസ്റ്റ് എക്സാം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. അതായത് ജില്ലാതലത്തിൽ സെപ്പറേറ്റ് 14 ജില്ലകളിലും ലിസ്റ്റുകൾ സെപ്പറേറ്റ് ഇടുന്ന ഒരു പോസ്റ്റ് ആണ് LD ടൈപ്പിസ്റ്റ്. അപ്പൊ ഈ ഒരു ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടി എത്ര ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ എത്ര കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എത്ര പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആകെ അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഓരോ ജില്ല തിരിച്ചും, അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ കയറുന്നതിന് വേണ്ടി നമുക്ക് പഠിക്കാം, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് എന്തെല്ലാം, അതായത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കണം. ഈ ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ 40 മാർക്കിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു 50 മാർക്ക്, അതായത് ടൈപ്പ് റൈറ്റർ ഉൾപ്പെടെ 50 മാർക്കിന് വേണ്ടിയാണ് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ബാക്കി 10 മാർക്ക് GK, 20 മാർക്ക് മലയാളം, 20 മാർക്ക് ഇംഗ്ലീഷ്, ഇത്രയും 50 മാർക്കിനുള്ളത് ഒരു ജനറൽ PSC എക്സാമിനും പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി സ്പീഡപ്പ് ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ നമുക്കൊരു ബേസ് ഇല്ലാത്ത ഈ ഒരു 50 മാർക്ക്, അതായത് ടൈപ്പ് റൈറ്ററും വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഫണ്ടമെന്റൽസ്, ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഒരു ഏരിയ നമ്മൾ എങ്ങനെ പഠിക്കണമെന്ന്, അതാണ് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ഇവിടെ കണക്കാക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ജില്ല തിരിച്ച് നിലവിൽ എത്ര ആപ്ലിക്കൻസ് ആണ് LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 5600 കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 5600 കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കൊല്ലം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 1965 കാൻഡിഡേറ്റ്സ് ഉദ്യോഗാർത്ഥികൾ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പത്തനംതിട്ട ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 1055 കാൻഡിഡേറ്റ്സ് ആണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 1647 ഉദ്യോഗാർത്ഥികളാണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കോട്ടയം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 1535 ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടി കോട്ടയം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 1030 കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 1030 കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 2505 കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 2505 കാൻഡിഡേറ്റ്സ് ആണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 1853 കാൻഡിഡേറ്റ്സ് ആണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പാലക്കാട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 1885 കാൻഡിഡേറ്റ്സ് ആണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 1720 കാൻഡിഡേറ്റ്സ് ആണ് മലപ്പുറം ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണ് എങ്കിൽ കോഴിക്കോട് ജില്ലയിൽ 2389 കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വയനാട് ജില്ലയിൽ വെറും 824 കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ 1607 ഉദ്യോഗാർത്ഥികളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ 674 ഉദ്യോഗാർത്ഥികളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ആപ്ലിക്കൻസിന്റെ എണ്ണം അല്ല,
ഈ ഓരോ ജില്ലയിലും മുൻ വർഷങ്ങളിൽ എത്ര നിയമനം നടന്നു എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്കൊരു കൃത്യമായ കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്തവരായിരിക്കട്ടെ, നിങ്ങളുടെ ജില്ലയിൽ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അല്ലാതെ കൂടിപ്പോയോ അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ആശങ്കയ്ക്ക് വേണ്ടി അല്ല ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിങ്ങളൊരു 50 അല്ലെങ്കിൽ ഒരു 30 റാങ്കിനകത്ത് വരണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വേണം പഠിക്കാൻ. അങ്ങനെ വന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. ഏകദേശം 3 വർഷമാണ് നമ്മുടെ ലിസ്റ്റിന്റെ കാലാവധി എന്ന കാര്യം മറന്നു പോകരുത്. ഇനി നോക്കാം, ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ കണ്ടു, അതായത് എത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് കണ്ടു. ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്, എന്ത് പഠിച്ച് എപ്പോൾ പഠിച്ച് എങ്ങനെ പഠിച്ച് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാം. നമ്മുടെ CCയിൽ നമ്മുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് വീക്ക്ലി സ്റ്റഡി പ്ലാനോട് കൂടിയ ഒരു സ്റ്റഡിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 അങ്ങനെ ഡേ 7 വരെ അവരെന്ത് പഠിക്കണം, ഏതൊക്കെ ക്ലാസ്സുകളാണ് കാണേണ്ടത്, ഈ കാണുന്ന മുഴുവൻ ക്ലാസ്സുകളിൽ നിന്നും, അതായത് ഒരു സബ്ജക്റ്റിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഈ ഒരു വെയിറ്റേജ് മാർക്കുള്ള എല്ലാ സബ്ജക്റ്റും മലയാളം, ഇംഗ്ലീഷ്, GK ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗത്തു നിന്നുമുള്ള ടോപ്പിക്കുകൾ ഒരാഴ്ചത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് നൽകിയിട്ട് അവരെ അതിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, അവസാനം നമ്മൾ അതൊന്ന് പരിശോധിക്കും. നോക്കാം, ഇവിടെ ഡേ 5, ഡേ 6 വരുമ്പോഴത്തേക്കും റിവിഷൻ ചെയ്യുന്നു. ഡേ 7 നമ്മൾ വീക്ക്ലി എക്സാമിലേക്കും കടക്കുന്നു. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഡേയിൽ MS Excel പാർട്ട് 1, MS Excel പാർട്ട് 2, MS Excel പാർട്ട് 3. അത് രണ്ടാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോഴെന്താണ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പാർട്ട്, ടൈപ്പ് റൈറ്റിംഗിന്റെ ഭാഗത്ത് നിന്നാണ്. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഭാഗത്ത് നിന്നാണ് പഠിച്ചെങ്കിൽ ഇവിടെ വരുമ്പോൾ ടൈപ്പ് റൈറ്റിംഗിന്റെ ഭാഗത്ത് ടൈപ്സ് ഓഫ് സെന്റൻസ് ഇംഗ്ലീഷ് ആണ്, പിന്നെ മലയാളം ടോപ്പിക്ക്. അതുപോലെ തന്നെ കേരള റിനേസൻസ് മൂന്നാമത്തെ ദിവസം, അത് തന്നെ എന്താണ് ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് അത് പഠിക്കാനായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സെന്റൻസ് ഇംഗ്ലീഷ്, മലയാളത്തിലേക്ക് വർണ്ണം, അക്ഷരം, പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, നോട്ട്, ടൈപ്പ് റൈറ്റിംഗിന്റെ ഭാഗത്ത് നിന്ന് പഠിക്കും. അതിനുശേഷം ഇതൊരു വീക്ക്ലി എക്സാമിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. വീക്ക്ലി എക്സാം ഓറിയന്റഡ് ആയിട്ട് കൊടുക്കുന്ന ടൈം ടേബിൾ ആണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ പാർട്ട് 1 വീഡിയോ, പാർട്സ് ഓഫ് സ്പീച്ച് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നാമം മലയാളം, അതിനുശേഷം റിവിഷൻ, അത് കഴിഞ്ഞ് വീക്ക്ലി എക്സാം. ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് പഠിക്കുന്ന കുട്ടികൾ കൃത്യമായിട്ടും ഏകദേശം ഒരു 60 ദിവസം കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സ്റ്റഡിയിൽ ഇംപ്രൂവ് ചെയ്തതെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടാൻ അവർക്ക് തന്നെ സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാർട്ട് 2 സിലബസിൽ പറയുന്ന 40 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ ഭാഗമായ വേഡ്, എക്സൽ, പവർ പോയിന്റ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ഇത് പറയുമ്പോൾ ഇവിടെ നമ്മൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വൈഡ് സിലബസ് ആണെന്ന് തോന്നിയാലും ഇവിടെ നിന്ന് പഠിക്കേണ്ട ഓരോ ടോപ്പിക്കിനെയും നിങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചാൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, പഠിക്കാനുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾ ഓരോന്നും, അതായത് എനിക്ക് തോന്നുന്നു ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഭാഗം എടുത്താൽ മാത്രമാണ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ഓരോന്നിനെയും പഠിക്കേണ്ടത്. ലേറ്റസ്റ്റ് പെരിഫറൽസ് എന്നൊക്കെ പറയുന്ന പോലെ വലിയ പേരൊന്നും അല്ല, അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണോ ഇൻപുട്ട്, ഔട്ട്പുട്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പരമാവധി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. ഹോട്ട് ടോപ്പിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൽ 40 മാർക്കിന് പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ നന്നായിട്ട് പഠിക്കണം. അതിനകത്ത് നമ്മൾ ഒരു 10% മാത്രം ഒഴിവാക്കി ബാക്കി എല്ലാം വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ടതായിട്ടില്ല. വളരെ കുറച്ച് മാത്രം 10% മാത്രം നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചാൽ മതി. ഇപ്പൊ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ലേറ്റസ്റ്റ് പെരിഫറൽസ്, ഇമെയിൽ, ബ്രൗസേഴ്സ്, സെർച്ച് എഞ്ചിൻ, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ആന്റിവൈറസ്, സോഫ്റ്റ്വെയർസ്, യൂണിക് കോഡ്, വെബ്സൈറ്റ്, വിൻഡോസ്. അത് കഴിഞ്ഞതാ ഈ ഒരു ഭാഗം മുതലാണ് നമുക്ക് അത്ര മനസ്സിലാക്കി പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് MS വേഡ്, അതുപോലെ തന്നെ എക്സൽ, പവർ പോയിന്റ് തുടങ്ങിയ ഭാഗത്ത് നിന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് തന്നെ പഠിക്കണമെന്നാണ് ഇവിടെ പറയാനുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഇന്നത് മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് ഏത് ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വരാം. അപ്പൊ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പോയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷ ഹാളിൽ സേഫ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ആൻസർ ചെയ്യാൻ പറ്റൂ. ഡോക്യുമെന്റ് ഓപ്പറേഷൻസ് ക്രിയേറ്റ്, അതായത് MS വേഡിൽ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞു MS വേഡിന്റെ കാര്യം. MS വേഡിലെ ഇൻട്രൊഡക്ഷൻ, വേഡ് വിൻഡോ, ടൈറ്റിൽ ബാർ, റിബൺ, സ്റ്റാറ്റസ് ബാർ, ടൂൾ ബാർ, അതുപോലെ തന്നെ ഡോക്യുമെന്റ് ഓപ്പറേഷൻസ്, ക്രിയേറ്റ്, ഓപ്പൺ, സേവ്, പ്രിന്റ്, ഇതൊക്കെ
ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം അവിടെ പഠിച്ചാൽ മതി, ഷോർട്ട് കട്ട് കീസ് മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ ഈ സിലബസിൽ ഇത്രയും വൈഡായിട്ട് കൊടുത്തിരിക്കുന്ന പോലെ വൈഡായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. നമുക്കൊരു 30 ദിവസം കൊണ്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് പഠിച്ച് തീർക്കാൻ പറ്റും. പഠിച്ചു തീർത്ത് റിവിഷനും ചെയ്യാൻ പറ്റും. ഫോണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഫോണ്ട് സൈസ്, സ്റ്റൈല്, എഫക്റ്റ്, പാരഗ്രാഫ്, ബോൾഡ്, ഇറ്റാലിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അലൈൻമെന്റ്, ടാബ് സെറ്റിംഗ്സ്, ലൈൻ സ്പേസിംഗ്, ക്യാരക്ടർ സ്പേസിംഗ്, ഇതെല്ലാം പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ഷോർട്ട് കട്ട് കീസ്, അത് വേർഡ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും പവർ പോയിന്റ് ആണെങ്കിലും, ഷോർട്ട് കട്ട് കീസ്, ഫംഗ്ഷൻ കീസ്, ഇൻസർട്ട് മെനു, ടേബിൾ, പിക്ചർ, ക്ലിപ്പ് ആർട്ട്, ഷേപ്സ്, ഈ ഒരു ഭാഗത്ത് നിന്ന് കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ പഠിച്ചാൽ നമുക്ക് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏത് കാര്യങ്ങളെ മനസ്സിലാക്കണം എന്നൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. പേജ് ലേഔട്ട്, അതുപോലെ തന്നെ ടാബുകളെ കുറിച്ചെല്ലാം പഠിച്ചതിന് ശേഷം ഇനി ഇവിടെ പറയുന്ന മുഴുവൻ കാര്യങ്ങളും, അതായത് റെഫറൻസ്, ടൂൾസ്, ക്രിയേറ്റ് ഓഫ് ടേബിൾസ്, കണ്ടന്റ്, ഇൻഡെക്സ്ഡ്, ഫുട് നോട്ട്, എൻഡ് നോട്ട്, ഇതിന്റെയൊക്കെ ഷോർട്ട് കട്ട് കീസും അതിന്റെ എന്താണെന്നും നമ്മളിപ്പോ ഇവിടെ പറയുന്ന പോലെയല്ല, നിങ്ങൾ അതിന്റെ ആ ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം, നിങ്ങൾ ഒരു ജനറൽ PSCക്ക് പഠിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓരോന്നും പഠിച്ച് മാറ്റാൻ പറ്റും. ഡിഫറെന്റ് പേജ് വ്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിരന്തരം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. അതൊക്കെ നമുക്ക് വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ ആയിട്ട് പറയാം. ഇനി എക്സൽ വന്നു കഴിഞ്ഞാൽ എക്സലിന്റെ ഭാഗം, നമ്മൾ നേരത്തെ പറഞ്ഞത് വേർഡ് ആണെങ്കിൽ ഇവിടെ വന്ന് എക്സലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സലിന്റെ ഭാഗത്തു നിന്നും പവർ പോയിന്റിന്റെ ഭാഗത്തു നിന്നും PSC പരീക്ഷകൾക്ക് വളരെ കുറച്ച് മാത്രമേ ചോദിക്കാറുള്ളൂ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇമ്പോർട്ടന്റ്. പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ, അതായത് വേർഡും എക്സലും എടുത്തു കഴിഞ്ഞാൽ അവയെ രണ്ടിനേക്കാൾ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പവർ പോയിന്റ്. ഇൻസർട്ടിങ്, ഡിലീറ്റിംഗ് സ്ലൈഡ്സ്, വ്യൂ, ഇൻസർട്ടിംഗ് ചാർട്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സിമ്പിൾ ആണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. സിമ്പിൾ ആണെന്ന് മാത്രമല്ല, ഒരു 8 ദിവസം 10 ദിവസത്തിനുള്ളിൽ സമയം എടുത്തുകൊണ്ട് ഈ കംപ്ലീറ്റ് ഏരിയ പഠിക്കാൻ പറ്റും. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണെങ്കിൽ മാത്രം. വെറുതെ വായിച്ചു പഠിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. കൃത്യമായി ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് അത് മനസ്സിലാവൂ. അപ്പം പവർ പോയിന്റ്. ഇനി എക്സൽ ഓൾറെഡി ഞാൻ പറഞ്ഞെങ്കിൽ വീണ്ടും ഒന്ന് പറയുകയാണ്. അതായത് ആഡിങ് ആൻഡ് റിമൂവിങ് വർക്ക് ബുക്ക്, റോസ് ആൻഡ് കോളംസ്, ഫോർമാറ്റിംഗ് സെൽസ്, ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഇൻ എക്സൽ, ചാർട്ട്, പിവറ്റ് ടേബിൾ, സോർട്ട്, ഫിൽറ്റർ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ക്രിയേറ്റിംഗ് ഫോർമുലാസ്, ഇൻസർട്ടിംഗ്, ഡേറ്റ് ആൻഡ് ടൈം, ഡേറ്റ വാലിഡേഷൻ, ഷോർട്ട് കട്ട് കീസ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ, ഈ രണ്ട് ഭാഗത്തു നിന്നും പവർ പോയിന്റ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും ഈ രണ്ട് ഭാഗത്തു നിന്നും വന്ന ചോദ്യങ്ങൾ ബേസ് ലെവൽ ചോദ്യങ്ങളാണ് വന്നത്. ഈ റീസെന്റ് ആയിട്ട് നടന്നൊരു PSC എക്സാമിന്റെ ഒരു കാര്യം ഞാൻ പറയാം. ടൈപ്പിസ്റ്റ് എക്സാമിന് കൃത്യമായിട്ടും സിലബസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ 10 മാർക്കിന് വീതം ഓരോ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ചില ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറച്ചൊന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു 3 ടോപ്പിക്കിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ ടൈപ്പ് റൈറ്ററിന്റെ ഭാഗം. നമ്മൾ 40 എന്ന് പറഞ്ഞെങ്കിലും ആ 40ന്റെ കൂടെ 40 മാർക്കിന്റെ കൂടെ നമ്മൾ 10 മാർക്ക് കൂടെ ചേർത്ത് 50 മാർക്ക് അങ്ങ് എടുക്കുകയാണ്. 50 മാർക്കിനെ എങ്ങനെ കവർ ചെയ്യാം ആ ടൈപ്പ് റൈറ്ററിന്റെ ഭാഗത്ത് നിന്ന്. ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ, കീസ് ഓഫ് ടൈപ്പ് റൈറ്റർ, പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ക്ലീനിങ് ഓഫ് എ ടൈപ്പ് റൈറ്റർ, റോക്കർ മെക്കാനിസം, ഡോഗ് ബ്ലോക്ക്, മൂവ്മെന്റ് ഓഫ് ടൈപ്പ് റൈറ്റർ, ഒഫീഷ്യൽ അബ്രിവേഷൻ, ഫങ്ഷൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ, സിമ്പിൾസ്, ഇത്രയും ഭാഗം. ഇവിടെ മക്കളെ സാധാരണ ചോദിക്കാറുള്ളത് 10 മാർക്കിനാണ്. കുറച്ചെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് 9 മാർക്ക് മസ്റ്റ് ആയിട്ടും കിട്ടും. ചിലർക്ക് 10 മാർക്കും കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയും, ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് മുഴുവൻ സിലബസും പറഞ്ഞല്ലോ. ഹോട്ട് ടോപ്പിക്കിനകത്ത് പറയുന്ന സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ട. നിങ്ങളൊരു മറ്റ് PSC എക്സാമുകളുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സിലബസിനകത്ത് നിന്നുള്ള പുതിയ ടൈപ്പ് ചോദ്യങ്ങളെ വരത്തുള്ളൂ. അല്ലാതെ ഇതുവരെ നമ്മൾ കേൾക്കാത്ത പുതിയ കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ നിങ്ങൾ സമയമെടുത്ത് റിവിഷൻ ചെയ്ത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ 40 മാർക്ക് 50 മാർക്ക് 40 മാർക്ക് എന്ന് ഞാൻ പറയുന്നത് 50 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ബാക്കി 50 മാർക്ക് എന്ന് പറയുന്നത് മലയാളവും ഇംഗ്ലീഷും GKയുമാണ്. അത് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ, മറ്റ് ജനറൽ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. എങ്കിലും നമ്മുടെ ഇംഗ്ലീഷിലേക്കൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ പാസേജ് തന്നിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ആ ഒരു ഏരിയ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൂടുതൽ
ഒരു ശ്രമം നടത്തണം. അതുപോലെ തന്നെ മലയാളമാണെങ്കിലും ജനറൽ എക്സാമുകൾക്ക് പറയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു സിലബസിലുണ്ട്. അതും സെലക്ട് ചെയ്ത് വെച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു റാങ്ക്, അതായത് ഒരു 70, 75, 80 മാർക്ക് എന്നൊക്കെ പറയും, നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ആയിരിക്കണം നിങ്ങളുടെ ഒരു തയ്യാറെടുപ്പ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അവസാനം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ടൈപ്പിസ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തന്നിരിക്കുന്ന ബോട്ട് നമ്പർ 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മെന്ററിനോട് സംസാരിച്ച് എങ്ങനെയാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകളെന്നും എങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യാമെന്നും എങ്ങനെ ക്ലാസ്സുകൾ കാണാമെന്നും എങ്ങനെ നമ്മുടെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒട്ടും താമസിക്കാതെ തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക, പഠിച്ചിപ്പോഴേ തുടങ്ങുക. ഇനി പിന്നീട് പഠിക്കാമെന്നുള്ള ഒരു ചിന്തയിൽ വെയിറ്റ് ചെയ്തിരിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സുകളുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തുടർന്നുള്ള വീഡിയോസിലും ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. Download now CC Learning app.